പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് വലിയ പള്ളി എന്നറിയപ്പെടുന്ന മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ അൾത്താരയിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഇതാ കർത്താവ് സന്നിഹിതനാണ്. മക്കളെ എല്ലാവരും കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളി സഹോദരി ഈ ശുശ്രൂഷ തൻ്റെ യൂട്യൂബിലൂടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി അതിൽ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, അസാധാരണമായ തെളിച്ചം അതിൽ അനുഭവപ്പെടുക. ആ സഹോദരി എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് കണ്ടോ, മറ്റെല്ലാ സ്ഥലങ്ങളും മങ്ങിയിരിക്കുമ്പോൾ ഇതാ ഈശോ ദിവ്യകാരുണ്യനാഥൻ ഇതാ കൂടുതൽ പ്രകാശിക്കുന്നതായി ഞാൻ കാണുന്നു. എന്നിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. നമ്മുടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ തന്നെ വീഡിയോയാണ്. ആ മകള് ഇറ്റലിയിൽ മിലാനിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോഴാണ് അസാധാരണമായ മാറ്റം ഈ ദിവ്യകാരുണ്യ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുവോസ്തിയിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇത് വലിയൊരു അനുഗ്രഹമായി, വലിയൊരു അഭിഷേകമായി നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈ പ്രാർത്ഥന അനുഗ്രഹമായി മാറുന്നത്. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയെ പ്രിയപ്പെട്ട മക്കൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ബലമാണ് എന്ന് അനേകം പേര് വിളിച്ച് സാക്ഷ്യപ്പെടുത്തുക. കാരണം ഇന്ന് നമുക്ക് ചുറ്റും അനവധിയായ തിന്മകൾ പെരുകിയിരിക്കുക. കോപം, വെറുപ്പ്, കലഹം, ശത്രുക്കള്, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള്, അപകടങ്ങള്, ദുർമരണങ്ങള്, പെടുമരണങ്ങള്, ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് വട്ടമിട്ട് പറക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും കർത്താവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അസാധാരണമായ സംരക്ഷണ കോട്ട കിട്ടുന്നതായിട്ട് ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. പല കുടുംബങ്ങളുടെ ചുറ്റും ഇത് കേൾക്കുമ്പോൾ തന്നെ മിഖേൽ മാലാഖ ഊരിപ്പിടിച്ച വാളുമായി ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളുടെ മുമ്പിൽ ഊരിപ്പിടിച്ച് വാളുമായി മിഖേൽ മാലാഖ നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും ദർശനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളായ വ്യക്തികൾ ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ വീടിനുള്ളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് റഫേൽ മാലാഖ കടന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സൗഖ്യത്തിൻ്റെ മാലാഖ അഭിഷേകമായി, തൈലാഭിഷേകമായി മുറിവുകൾ ഉണക്കാൻ, ഉണങ്ങാത്ത മുറിവുകൾ, മാറാത്ത വേദനകൾ, തളർച്ചകൾ, സങ്കടങ്ങൾ, ആന്തരിക മുറിവുകൾ, ബന്ധനങ്ങൾ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പല വിധത്തിലുള്ള ബന്ധനങ്ങളും എടുത്തു മാറ്റുന്നതിന് മിഖേൽ മാലാഖ കടന്നു വരുന്നിട്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അനേകം പേര് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിളിക്കുകയും കാണുമ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസം ആഴപ്പെട്ടു, പ്രാർത്ഥന ജീവിതം ആഴപ്പെട്ടു. ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിലുള്ള ശക്തിയിൽ ആയിരിക്കാൻ കൃപ കിട്ടുക. അങ്ങനെയുള്ള വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഗബ്രിയേൽ മാലാഖ കടന്നു വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്നത് വചനത്തിൻ്റെ അഭിഷേകമാണ്, വചനത്തിൻ്റെ ശക്തിയാ, ദൈവവചനത്തിൻ്റെ ശക്തിയാ. നിങ്ങൾക്ക് കോട്ട കെട്ടാൻ, നിങ്ങളെല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ ഇതാ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ തീ കാറ്റിൻ്റെ കോട്ട കെട്ടിക്കൊണ്ട്
സംരക്ഷണം ഒരുക്കുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ നമ്മുടെ പ്രമാണ ലംഘനങ്ങളിലൂടെ, അന്യദൈവ പൂജകളിലൂടെ, വിഗ്രഹ ആരാധനകളിലൂടെ ദൈവത്തിനേക്കാൾ പ്രഥമ സ്ഥാനം ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും മറ്റ് വസ്തുവകൾക്കൊക്കെ കൊടുത്തത് മൂലം തകരുന്ന, ഇതുമൂലം ദൈവകൃപയിൽ നിന്നും അകന്നു നിൽക്കുകയും ആ ദൈവകൃപയിൽ അകലുമ്പോൾ തന്നെ അതൊരു ശാപമായി മറ്റ് അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കടബാധ്യതകൾക്കും മദ്യപാനത്തിനും കച്ചവട തടസ്സങ്ങൾക്കും കലഹത്തിനും ഒക്കെ അടിമകളായി ബന്ധിക്കപ്പെട്ട് നിരാശപ്പെട്ട് അകാരണ ഭയത്തിലും വിഷാദത്തിലും നിരാശയിലും കഴിഞ്ഞുകൂടുന്ന മക്കൾക്ക് ഇതാ ഇന്ന് സ്വാതന്ത്ര്യം കർത്താവ് കൊടുക്കുക. എന്നോടൊപ്പം വിശ്വസിച്ചുകൊണ്ട് ഈശോയേ എന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി വിളിക്കുമ്പോൾ അത്ഭുതകരമായ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുക. വർഷങ്ങളുടെ പഴക്കമുള്ള സ്ഥലക്കച്ചവടങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. മക്കളെ, കർത്താവ് ഇടപെടുന്നുണ്ട്. മകളുടെ കല്യാണം നടത്താൻ ഈ സ്ഥലക്കച്ചവടം നടക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ സ്വർഗം കേട്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് കർത്താവ് തരിക. മക്കളുടെ കല്യാണ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക. ജീവിത പങ്കാളികളുടെ ദുഷിച്ച വഴികളിലൂടെയുള്ള സഞ്ചാരങ്ങളെ കർത്താവ് ബ്ലോക്ക് ചെയ്യുന്നിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിന് യോജിക്കാത്ത, കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന യുവതി യുവാക്കന്മാരെ യേശുവിൻ്റെ അഭിഷേകത്താൽ അവർക്ക് വിടുതൽ കിട്ടുന്നതായിട്ടും സച്ചിന്തകൾ അവരിൽ നിറയുന്നതായിട്ടും അവരിലെ കുടുംബത്തിൻ്റെ അഭിമാനത്തിന്, കുടുംബത്തിൻ്റെ സമാധാനത്തിന്, കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കോട്ടം വരുന്ന തിന്മകളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവ് ബന്ധിക്കുന്നിട്ട് കാണുക. മക്കളെ, യേശുവിൽ അഭയം തേടിക്കോ. ഇടയിലെ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവേ എന്ന് വിളിക്കുന്ന മക്കൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നുണ്ട്. കർത്താവ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. തിന്മകളിൽ നിന്ന് അവർ രക്ഷിക്കുന്നുണ്ട്. ശത്രുക്കളെ ആട്ടിപ്പായിക്കുന്നുണ്ട്. ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ കടന്നു വന്ന തിന്മകളെ കർത്താവ് ശാസിക്കുന്നുണ്ട്, ബന്ധിക്കുന്നുണ്ട്. കലഹങ്ങളെയും കുടുംബ തകർച്ചകളെയും നിരന്തരമുള്ള അപകടങ്ങളെയും നിരന്തരമുള്ള വാഹന അപകടങ്ങളെയും കർത്താവ് തടയുന്നതായിട്ട് കാണുകയാണ്. യേശുവേ, യേശുവേ. വളരെ പ്രത്യേകം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ അപകടങ്ങള്, അസ്വസ്ഥതകള്, ബന്ധനങ്ങള്, ശത്രുക്കള്, എല്ലാ തടസ്സങ്ങള്, വിസയുടെ തടസ്സം, ജോലിയുടെ തടസ്സം, സമ്പത്തിന്റെ തടസ്സം, വീടിന്റെ തടസ്സം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 6-7 വചനങ്ങളാണ്. ഇസ്രായേൽ ഭവനത്തോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇസ്രായേൽ, പുതിയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒരാത്മീയ ഇസ്രായേലാ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാ. ആ കാരണം പഴയ ഇസ്രായേലിന്, പഴയ ജെറുസലേമിന് രക്ഷകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രക്ഷകനെ തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ് പുതിയ ഇസ്രായേല്, പുതിയ ജെറുസലേം. പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയുക, ആ ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്താപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. പ്രമാണ ലംഘനങ്ങളിൽ നിന്ന്, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നാണ് ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അനുതപിക്ക്. ദൈവകൃപകൾ തിരിച്ചു പിടിക്കാൻ, ഡെലിവറൻസ് നേടിയെടുക്കാൻ, സൗഖ്യം നേടിയെടുക്കാൻ മ്ലേച്ഛകരമായ വസ്തുക്കള്, മ്ലേച്ഛകരമായ പ്രവൃത്തികള്, മ്ലേച്ഛകരമായ കാര്യങ്ങള് യേശുനാമത്തില് ഉപേക്ഷിക്കുക. പശ്ചാത്താപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക.
വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും, അവൻ ഇസ്രയേൽ ഭവനാംഗമോ ഇസ്രയേൽ പാർക്കുന്ന പരദേശിയായാലും, ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഹിതം അറിയാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും. പുതിയ ഇസ്രയേലേ, പുതിയ ഇസ്രയേലേ, പുതിയ ജെറുസലേമേ, പുതിയ ദൈവജനമേ, യേശു നാമത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, ഡെലിവറൻസ് കിട്ടാൻ, രോഗശാന്തി കിട്ടാൻ, മ്ലേച്ഛകരമായ വഴികളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നും മറ്റ് വസ്തുവകകളിൽ നിന്നും യേശുനാമത്തിൽ പിൻവാങ്ങുക. ഏക ദൈവത്തിന്, സത്യദൈവത്തെ ആരാധിച്ച് മുറുകെ പിടിച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകള് തിരിച്ചു പിടിക്കുക. അപ്പോൾ നിന്റെ കുടുംബത്തിന് വിടുതൽ കിട്ടും, നിന്റെ കുടുംബത്തിന് രക്ഷ കിട്ടും, നിന്റെ കുടുംബത്തിന് സ്വാതന്ത്ര്യം കിട്ടും, നിന്റെ കുടുംബത്തിന് സൗഖ്യം കിട്ടും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്കൊരു ഇറ്റാലിയൻ പ്രാർത്ഥനയാണ് അച്ഛൻ ചെയ്യുന്നത്. Noi crediamo da che ogni potere, onore e gloria è dovuto a Dio. എല്ലാ ആരാധനയും എല്ലാ മഹത്വവും കർത്താവിന് മാത്രമാണ്. Noi crediamo che soltanto Gesù è il Signore Salvatore. കർത്താവാണ് രക്ഷകനെന്നും ഞങ്ങളുടെ നാഥനെന്നും സൽവത്തോറെന്നും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. Noi crediamo che lo Spirito Santo che dà la vita, പരിശുദ്ധാത്മാവ് പുതിയ വഴികളിലൂടെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Soltanto nel sangue di Gesù troviamo la liberazione per noi, per nostra casa. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് വിടുതൽ കിട്ടും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. Soltanto nel nome di Gesù libera questa casa. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ ഞങ്ങളുടെ വീടുകൾക്ക് വിടുതൽ കിട്ടട്ടെ, സ്വാതന്ത്ര്യം കിട്ടട്ടെ. Libera nostra casa. Alleluia, alleluia, alleluia. Soltanto nel nome di Gesù Cristo libera questa casa da ogni infestazione. എല്ലാ തിന്മകളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, സാത്താന്റെ ബന്ധനങ്ങളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ കിട്ടട്ടെ. Chiediamo il nome di Gesù. Libera, libera, libera questo popolo da ogni male. Chiediamo alla Santa Trinità, Padre, Figlio, Spirito Santo, di regnare nostra casa su tutti coloro che abitano in essa. Chiediamo il sangue di Cristo al nome di Gesù di proteggere per sempre questa nostra casa. കർത്താവ് യേശുവേ, നിന്റെ നാമത്താൽ എൻ്റെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളണമേ. Per il tuo santo nome, കർത്താവിൻ്റെ അതിശക്തമായ നാമത്തിൻ്റെ ശക്തിയാൽ, Signore Gesù, per la tua morte e risurrezione, അങ്ങയുടെ മരണത്താലും ഉയർപ്പിനാലും, prendi autorità su ogni spirito malefico che sia infiltrato in questa casa. എല്ലാ തിന്മയുടെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന എല്ലാ തിന്മകളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും യേശു നാമത്തിൻ്റെ ശക്തിയാൽ തിന്മകളുടെ അരൂപികള് വിട്ടുമാറട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇവിടെ വരുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സങ്കടങ്ങള്, കണ്ണുനീര്, നിങ്ങളുടെ ദുഃഖങ്ങള് ഈശോയ്ക്ക് കൊടുക്കും. പ്രത്യേകിച്ച് അന്തോനീസിനാളുടെ തിരുശേഷിപ്പ് വെച്ചുള്ള പ്രാർത്ഥന, നൊവേനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും മക്കളെ.
ഈ ദിനം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജൂൺ 13 ഇവിടെ നടക്കുന്ന ഊട്ടുനേർച്ചയിലേക്കും വിശുദ്ധ അന്തോനീസിന്റെ പെരുന്നാളിലേക്കും നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശുവേ, ഈ തിരുനാളിന് ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.